ഹലോ വെൽക്കം ടു മിസ് ഫാം സെവൻത്ത് സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ ബീക്കൺ ഓഫ് ഹോപ്പിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. ആദ്യത്തെ ആക്ടിവിറ്റി കളക്ട് ദ ഡീറ്റെയിൽസ് ഓഫ് സം ഫേമസ് പീപ്പിൾ ഹു ഹാഡ് എ ഹംബിൾ ബിഗിനിങ്. അപ്പോൾ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ബിഗിനിങ്ങും അവരുടെ പ്രൊഫഷൻ എന്തായിരുന്നു, അവരെങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്തത്, ഏത് മേഖലയിലാണ് റെക്കഗ്നൈസ് ചെയ്ത്, അവരിപ്പോൾ കറൻ്റ്ലി ഏത് പൊസിഷനിലാണ് ഉള്ളത്, അതും കൂടി നമ്മൾ എഴുതണം. ഇതിന് താഴെയായിട്ട് കുറച്ച് കോളം കൂടി വരുന്നുണ്ട്. അത് നിങ്ങൾ ഏതെങ്കിലും ഫേമസ് പീപ്പിളിൻ്റെ പേര് കണ്ടുപിടിച്ചെഴുതി ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബോൺ ഇൻ 1809 ഇൻ എ പുവർ ഫാമിലി, ഹി ഹാഡ് ലിറ്റിൽ ഫോമൽ എഡ്യൂക്കേഷൻ. ഇനി റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞാൽ കോളത്തിൽ എഴുതുക. ഹി ബിക്കെയിം ദ 16th US പ്രസിഡന്റ് ആൻഡ് എൻഡഡ് സ്ലേവറി ഇൻ അമേരിക്ക. അടിമത്തം അവസാനിപ്പിച്ചത് ഇദ്ദേഹമാണ് കേട്ടോ. ഒരു ദാരിദ്ര്യമായിട്ടുള്ള ഫാമിലിയിലാണ് ജനിച്ചത്. കുറച്ച് എഡ്യൂക്കേഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ള സമയത്ത്. ഇനി അടുത്തത് APJ അബ്ദുൽ കലാം. ബോൺ ഇൻ 1931 ഇൻ എ പുവർ ഫാമിലി ഇൻ തമിഴ്നാട്. ഹി ലവ്ഡ് സയൻസ് ഫ്രം യങ് ഏജ്. തമിഴ്നാട്ടിലെ ഒരു ദരിദ്ര ഫാമിലിയിലാണ് ജനിച്ചത്. ചെറിയ വയസ്സ് തൊട്ടിട്ട് തന്നെ സയൻസിനോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. ഇനി റെക്കഗ്നൈസേഷനെ പറ്റി പറയുമ്പോൾ ഹി വാസ് ഇന്ത്യാസ് 11th പ്രസിഡന്റ്. 11ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ഇന്ത്യയിലെ. ആൻഡ് ദ മോസ്റ്റ് ഫേമസ് സയൻറ്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് പറയുന്ന ഒരു പേര് എല്ലാവർക്കും അറിയാം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് പറയുക. അടുത്തത് നഞ്ചിയമ്മയാണ്. നമുക്കറിയാവുന്ന അടുത്തൊരാളാണ്. ആളാരാണ്? അയ്യപ്പനും കോശി എന്ന് പറഞ്ഞ സിനിമയിലെ ആ ഒരു സോങ്ങിന് നമുക്ക് നാഷണൽ ഫിലിം അവാർഡ് വരെ മേടിച്ചു തന്ന ആളാണ്. ഒരു ഫീമെയിൽ പ്ലേ ബാക്ക് സിംഗറാണ് കേട്ടോ. 2020 ഉണ്ടായത്. ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ കേരളയിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അതുപോലെ ട്രഡീഷണൽ സോങ്സ് ഒക്കെ ആയിരുന്നു നഞ്ചിയമ്മ ഏറ്റവും കൂടുതൽ പാടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നഞ്ചിയമ്മ ഇതുപോലെ തന്നെ പൂറായിട്ടുള്ളൊരു ഫാമിലിയിൽ ജനിച്ചതായിരുന്നു. ഓക്കെ, അപ്പോൾ വലിയ വലിയ ഉയരങ്ങളിൽ എത്തുന്നുണ്ട്. എത്ര വലിയ ദാരിദ്ര്യമായിട്ടുള്ള ഫാമിലി ആണെങ്കിലും എത്ര താഴെ തട്ടി കിടക്കുന്ന ആൾക്കാരാണെങ്കിലും കഴിവുണ്ടെങ്കിൽ അതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ട്രൈ ഔട്ട് ചെയ്യുക, മീൻസ് പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തും കേട്ടോ. നെക്സ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 4 പിക്ചേഴ്സ് അവിടെ തന്നിട്ടുണ്ട്. ഹാമർ തന്നിട്ടുണ്ട്, ബ്രഷ് തന്നിട്ടുണ്ട്, ബ്രൂം തന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും അവർ സംസാരിക്കുക എന്ന് ചോദിച്ചിരിക്കുന്നത്. അവിടെ ബ്രൂമിൻ്റെ എഴുതിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒരെണ്ണം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ എന്ത് പറയും? വാട്ട് ഡു യു തിങ്ക് ദേ വുഡ് സേ? അവർ എന്ത് പറയും? I sweep away the dirt and dust, making your home clean and cozy. I admire your hard work and dedication to keeping things tidy. അപ്പോൾ അവിടെ ബ്രൂമിൻ്റെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചൂലിൻ്റെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഒരെണ്ണം കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ്. അടുത്തത് കൈക്കൂട്ട്. നിങ്ങൾക്കറിയാലോ അതെന്തിനാ ഹെൽപ്പ് ചെയ്യുക? ഐ ഹെൽപ്പ് യു ഡിഗ് ആൻഡ് പ്ലാന്റ് സീഡ് സോ ഗാർഡൻ ക്യാൻ ഗ്രോ ആൻഡ് ഫ്ലവേഴ്സ് ബ്ലൂം. ഞാൻ എന്താ ചെയ്യാറ്? കുഴികളൊക്കെ കുടിക്കാനും പ്ലാന്റ്സ് ഒക്കെ വയ്ക്കാനും നിങ്ങൾ തന്നെ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ചെടികളിൽ പൂക്കളൊക്കെ നല്ല രീതിയിൽ അവിടെ വിരിയും. ഐ ആം പ്രൗഡ് ടു മേക്ക് ദ എർത്ത് എ ബെറ്റർ പ്ലേസ്. എനിക്ക് നല്ല അഭിമാനമുണ്ട് ഈ ഒരു എർത്തിനെ, ഭൂമിനെ ഒരു നല്ല സ്ഥലമാക്കി മാറ്റുന്നതിൽ എന്ന്. ഇനി ഒരു ബ്രഷിന് പറയാനുള്ളത് എന്താ? ഐ ആഡ് കളർ ആൻഡ് ബ്യൂട്ടി ടു ദ വേൾഡ്, ടേണിങ് ഓർഡിനറി സ്പേസസ് ഇൻ ടു സംതിങ് സ്പെഷ്യൽ. ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ക്യാൻവാസിന് വരെ എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാക്കാൻ ബ്രഷിന് പറ്റുന്നുണ്ട്. ഐ അപ്രിഷിയേറ്റ് യുവർ ആർട്ടിസ്റ്റിക് വിഷൻ. അപ്പോൾ ബ്രഷ് യൂസ് ചെയ്യുന്ന ആൾക്കാരോട് എന്താ പറയുന്നത്? നിങ്ങളുടെ ആ ഒരു എന്താണ് ആ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള വിഷൻ, ഈ കലകളോടൊക്കെ രീതിയിൽ കലകളെ പല രീതിയിൽ കാണുന്നുണ്ടല്ലോ, അതിനെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, അഭിനന്ദിക്കുന്നു എന്ന്. ഇനി അടുത്തതാരാണ്? ഹാമർ. നമുക്കറിയാലോ ഐ ഹെൽപ്പ് യു ബിൽഡ് ആൻഡ് ഫിക്സ് തിങ്സ്, മേക്കിംഗ് യുവർ ലൈഫ് ഈസിയർ. ഐ അഡ്മിയർ യുവർ ക്രിയേറ്റിവിറ്റി ആൻഡ് റിസോഴ്സ്ഫുൾനെസ്. ആൾക്കാർ ഇപ്പോൾ ഹാമർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക? പല കാര്യങ്ങളും ഫിക്സ് ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ആശാരികളുടെ കയ്യിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, കാർപ്പൻറ്റേഴ്സിൻ്റെ കയ്യിൽ അവരിതൊക്കെ യൂസ് ചെയ്തിട്ട് പല പല ക്രിയേറ്റിവിറ്റി, പല പല സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതാണ് പറയുന്നത് കേട്ടോ. തേർഡ് ആക്ടിവിറ്റി, നോട്ട് ദ യൂസ് ഓഫ് ദ ഫ്രേസ് we hours of the dawn in the poem. There are similar phrases about other phases of the day. We use phrases like blazing noon and gathering dusk to indicate other phases of a day. Write sentence of your own using we hours of the dawn, blazing noon and gathering dusk in the space given below. ഇവിടെ ഫസ്റ്റ് ഫ്രേസ് വി ഹവേഴ്സ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ വി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് സ്മോൾ അല്ലെങ്കിൽ ഏർലി ഇൻ ദ മോർണിംഗ് എന്നൊക്കെ നമ്മൾ പറയും, ഏറ്റവും നേരത്തെ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എത്രയുള്ളൂ? നമ്മുടെ രാവിലെ ഏർലി മോർണിംഗിന് പറയുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ആഫ്റ്റർ മിഡ് നൈറ്റ് എന്ന് പറയാം, പുലർച്ചെ എന്നുള്ള ഒരു സമയമുണ്ടല്ലോ, അതിനെയാണ് വി ഹവേഴ്സ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതൊരു പീസ്ഫുൾ ആയിട്ടുള്ള മൊമെൻ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത്രയും നേരത്തെ പുലർച്ചയുടെ പകുതി എന്നൊക്കെ ഉദ്ദേശിച്ച് പറയുന്നത് കേട്ടോ. അടുത്തതെന്ന് പറയുമ്പോൾ ബ്ലേസിങ് നൂണാണ്. അവിടെ ആ ഉച്ച സമയത്തിൻ്റെ തീവ്രതയാണ് കാണിക്കുന്നത്. ഓക്കെ, ആഫ്റ്റർനൂൺ അത്രയും പീക്കായിട്ട് നിൽക്കുന്ന സമയം. ആഫ്റ്റർനൂൺ നമ്മൾ എപ്പോഴാണ് പറയുക? 12 PM തൊട്ട് 2 PM വരെയാണ് നമ്മൾ ഈ ഒരു ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത് ആണല്ലോ. അപ്പോൾ അത് ആ ഒരു ബ്ലേസ് എന്ന് പറയുന്നത് ഇവിടെ അത്രയും ചൂടിൻ്റെ ആ ഒരു സൂര്യൻ്റെ ചൂടിനെ ഇൻറ്റൻസിറ്റി അറിയിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡെസേർട്ടിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാം, ദ ഡെസേർട്ട് വാട്ട് അൺബിയറബിളി ഹോട്ട് അണ്ടർ ദ ബ്ലേസിങ് നൂൺ
സൺ എന്ന് പറയാം. ആ ഉച്ച സമയത്ത് അത്രത്തോളം ഇൻറ്റൻസിറ്റിയാണ് ഡെസേർട്ടിൽ വരുന്നത് എന്നുള്ളത് പറയാം. അടുത്തത് ഗ്യാതറിങ് ഡസ്ക്. അവിടെ പറയുന്നത് ഈവനിങ്ങിനെ പറയുന്നതാണ്. ഓക്കെ, ആ ഒരു പകൽ വെളിച്ചമൊക്കെ തീർന്ന് അല്ലെങ്കിൽ പകൽ വെളിച്ചമൊക്കെ മങ്ങി ഇരുട്ടിലേക്ക് നയിക്കുന്ന ആ ഒരു സമയത്തിന് അതിനാണ് ഗ്യാതറിങ് എന്ന് പറയുന്നത്, ഗ്യാതറിങ് ഡസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആസ് ദ ഗ്യാതറിങ് ഡസ്ക് സെറ്റിൽ ഓവർ ദ സിറ്റി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സിറ്റിക്ക് മുകളിൽ എന്താണ്, ആ വെളിച്ചം പോയി ഇരുട്ട് വരാറായി എന്നൊരു മീനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മൾ പോയത്തിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രേസസ് ആണ്. ഓക്കെ, ഓരോ വേർഡ്സ് എടുക്കുമ്പോൾ അതിനൊരു മീനിങ് ഉണ്ട്, പക്ഷേ അതിൽ കുറേ വേർഡ്സ് തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്യിക്കുമ്പോൾ അതിൻ്റെ ആ ഓരോ വേർഡ്സിൻ്റെ മീനിങ് കിട്ടുന്നതിന് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടി തെളിയിച്ചിട്ടാണ് ഈ മീനിങ്സ് വരിക. ഇനി ഇത് വെച്ച് നമുക്ക് എഴുതാം കുറച്ച് എക്സാമ്പിൾസ്. ദ ഫുട്ബോൾ പ്ലെയേഴ്സ് സ്റ്റാർട്ട് ദെയർ പ്രാക്ടീസ് ഇൻ ദ wee hours ഓഫ് ദ ഡേ. അപ്പോൾ ശരിയാണല്ലോ, നമുക്കറിയാം ആ ഒരു രാവിലെ അത്രയും ഒരു പുലർച്ചെ തൊട്ടിട്ട് അവരെന്തായാലും ഫുട്ബോൾ പ്ലെയേഴ്സ് അവരുടെ എക്സസൈസ് കാര്യങ്ങളൊക്കെ തുടങ്ങാറുണ്ട്. ഇനി ദ ഫിഷർമാൻ വോക്കപ്പ് ഇൻ ദ wee hours ഓഫ് ദ ഡോൺ ടു കാസ്റ്റ് ഹിസ് നെറ്റ്. മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ ഇപ്പോൾ വലയൊക്കെ ചില സ്ഥലത്ത് ഇട്ട് വയ്ക്കാറില്ല, അതെപ്പോഴാണ്, ഈ ഒരു പുലർച്ചെ സമയത്താണ്. ദ ബേർഡ് സ്റ്റാർട്ടഡ് ടു സിങ് ഇൻ ദ wee hours ഓഫ് ദ ഡോൺ. അതുപോലെ പക്ഷികളുടെ ആ ഒരു പാട്ട് പാടി തുടങ്ങുന്നത് ഈ ഒരു സമയത്താണെന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അതിരാവിലെ പക്ഷികളുടെ ആ ഒരു പാട്ടും അതുപോലെ തന്നെ അവരുടെ ശബ്ദങ്ങളും കേട്ടിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് ബ്ലേസിങ് ന്യൂണിനെ പറ്റിയിട്ട്. അപ്പോൾ ആ ഒരു തീവ്രമായിട്ടുള്ള ഉച്ച സമയത്ത് ചൂടിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദ റോഡ്സ് വെർ എംപ്റ്റി ഇൻ ദ ബ്ലേസിങ് ന്യൂൺ. ശരിയാണല്ലോ, റോഡ്സിൽ ഇപ്പോൾ വണ്ടികൾ പോകുന്നുണ്ടായിരിക്കും, ആൾക്കാർ കുറവായിരിക്കും നല്ല ഉച്ചയ്ക്ക്, നട്ടുച്ചയ്ക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ. ദ ഐസ്ക്രീം മെൽറ്റഡ് ക്വിക്ക്ലി ഇൻ ദ ബ്ലേസിങ് നൂൺ സൺ. ആ ഒരു ഇൻറ്റൻസിറ്റി, ആ ഒരു സൂര്യൻ്റെ അത്രയും ഇൻറ്റൻസിറ്റി, തീവ്രമായിട്ടുള്ള ആ ഒരു ചൂടിൽ ഐസ്ക്രീമൊക്കെ ഉരുകി തുടങ്ങി, എന്താണ്, മെൽറ്റായി തുടങ്ങി, അലിഞ്ഞു തുടങ്ങി എന്ന് പറയുന്നത്. ദ ഫാർമർ റെസ്റ്റഡ് അണ്ടർ എ ഷേഡി ട്രീ ഡ്യൂറിങ് ദ ബ്ലേസിങ് നൂൺ. തണലുള്ള ഒരു മരത്തിനടിയിൽ ചൂടുള്ള സമയത്ത് ഫാർമർ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഗാദറിങ് ഡസ്ക് ആണ്, വൈകുന്നേരത്തിന് പറയുന്നത്. ദ ബേർഡ്സ് വേർ റിട്ടേണിങ് ടു ദർ നെസ്റ്റ് ഇൻ ദ ഗാദറിങ് ഡസ്ക്. ആണല്ലോ, വൈകുന്നേരമാണല്ലോ കിളികളൊക്കെ അവരുടെ കൂട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. കിളികൾ മാത്രമല്ല, മനുഷ്യരും. ദ വില്ലേജേഴ്സ് ലിറ്റ് ലാംപ്സ് ആസ് ദ ഗാദറിങ് ഡസ്ക് സ്പ്രെഡ് ഓവർ ദ ടൗൺ. ടൗണിൽ മൊത്തം ഈ ഒരു ഗാദറിങ് ഡസ്ക് എന്ന് പറയുമ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എല്ലാ വില്ലേജുകളും ലാമ്പൊക്കെ കത്തിക്കും. ദ സൗണ്ട് ഓഫ് ക്രിക്കറ്റ് ഗ്രൂ ലൗഡർ ഇൻ ദ ഗാദറിങ് ഡസ്ക്. അതുപോലെ വൈകുന്നേരങ്ങളിൽ ആൾക്കാർ ക്രിക്കറ്റൊക്കെ കളിക്കാറുണ്ടല്ലോ, കുട്ടികളൊക്കെ കളിക്കാൻ പോകാറില്ലേ. അപ്പോൾ ഈ ഒരു വൈകുന്നേരങ്ങളിലായി കഴിഞ്ഞാൽ ക്രിക്കറ്റിൻ്റെ സൗണ്ട് അവിടെ കൂടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി AM PM ഒക്കെ അറിയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിലൊന്നുമില്ല. ദ ഡേ ഈസ് ഡിവൈഡഡ് ഇൻ ടു AM ആൻറ്റി മെറീഡിയം ആൻഡ് PM പോസ്റ്റ് മെറീഡിയം. ആ PMൻ്റെയും ആ ഒരു അബ്രിവേഷൻ ഫോമാണ് BMഉം PMഉം AMഉം. അതിൻ്റെ ആ ഒരു ഫുൾ ഫോം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ AM എന്ന് പറയുന്നത് ആൻറ്റി മെറീഡിയം, PM എന്ന് പറയുന്നത് ഇതുപോലെ പോസ്റ്റ് മെറീഡിയം എന്ന് പറയുന്നത്. ആൻറ്റി മെറീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ബിറ്റ്വീൻ മിഡ് നൈറ്റ് ആൻഡ് നൂൺ. ആ ഒരു മിഡ് നൈറ്റ് ആൻഡ് നൂൺ, ആ ഒരു പുലർച്ച സമയം തൊട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, രാത്രി കഴിഞ്ഞ് തുടങ്ങുന്ന ഒരു ടൈം തൊട്ട് ഉച്ച വരെ, അതാണ് നൂൺ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിനെ 12 മണി തൊട്ടിട്ട് ഇപ്പോൾ രാത്രി ഒരു 12 മണി തൊട്ടിട്ട് അതിന് നമ്മൾ എന്താ പറയുക, AM ആയി. ആ 12 എന്തായി, AM ആയിട്ട് മാറി. അത് തൊട്ട് ഉച്ചയിലത്തെ ആ ഒരു 12 മണി വരെ എന്തായി മാറി, അവിടെ വരെ ന്യൂണായി. അപ്പോൾ ആ ഒരു മിഡ് നൈറ്റ് തൊട്ട് ന്യൂൺ വരെ. ഇനി PM എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് 12 മണി ഉണ്ടല്ലോ, ആ 12 മണി കഴിഞ്ഞാൽ 12:01 തൊട്ട് പിന്നെ നെക്സ്റ്റ് 12 വരെ, അത് നമ്മൾ 24 ഹവേഴ്സിൻ്റെ കണക്കിലെടുക്കുമ്പോൾ നമ്മൾ 24 എന്നാണ് പറയാം. ക്ലിയർ ആയില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഒരുപാട് കൺഫ്യൂഷനൊന്നും ആക്കണ്ട. മോർണിംഗ് നമ്മൾ AM എന്ന് പറയും, ഒരു ഉച്ച വരെ. ഉച്ച കഴിഞ്ഞ് നമ്മൾ PM എന്ന് പറയും. ഉച്ച കഴിഞ്ഞ് നമ്മൾ അടുത്ത ആ ഒരു 12 മണി സമയം വരെ നമ്മൾ എന്ത് പറയും, PM എന്നാണ് പറയും. ഓക്കെ, 12 മണി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് പറയും, AM എന്ന് പറയും. ഓക്കെ, അറിയാവുന്ന കാര്യം തന്നെ, ഒരുപാട് കൺഫ്യൂഷനൊന്നും ആക്കുന്നില്ല. അപ്പോൾ AM PM ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത്, ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ സ്കൂൾ അസംബ്ലി, ഡിന്നർ, ബെഡ് ടൈം, എക്സാമിനേഷൻ, ഇതൊക്കെ ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിക്കറ്റ് മാച്ച് ബിഗിൻസ് അറ്റ് 9 AM എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെഴുതാം, അപ്പുറത്ത് PM എഴുതിയിട്ടുണ്ട്. ദ ക്രിക്കറ്റ് മാച്ച് എൻഡ് അറ്റ് 6 PM. 9 മണിക്ക് തുടങ്ങി 6 മണിക്ക് അവസാനിക്കുന്നു. ഇനി എക്സാമിനേഷൻ ആണെങ്കിൽ എന്താ എഴുതുക, ദ എക്സാമിനേഷൻ ബിഗിൻസ് അറ്റ് 10 AM. 10 മണിക്ക് തുടങ്ങുന്നു. ദ എക്സാമിനേഷൻ എൻഡ് അറ്റ് 12 PM. ഓക്കെ, ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി ലെറ്റ് us സല്യൂട്ട് കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ്. കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സിനെ സല്യൂട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവരും പറയുന്നുണ്ട്.
പോലീസ് ഓഫീസേഴ്സ് ചേരുന്നുണ്ട്, അവരെ എല്ലാവരുടെയും സേഫ് ഇതുപോലെ തന്നെ നോക്കുന്നുണ്ട്. അതുപോലെ ഡോക്ടേഴ്സ് എല്ലാവരുടെയും ഹെൽത്ത് നോക്കുന്നുണ്ട്, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്, ഫാമേഴ്സ് നമുക്കുള്ള ക്രോപ്സൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കും. ഓക്കെ, നേഴ്സായാലും ആരായാലും. അപ്പോൾ ഇവിടെ കുറച്ച് കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സിൻ്റെ പറ്റി എഴുതിയിട്ടുണ്ട്. അതിനെപ്പറ്റി 2 ലൈൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ലൈഫ് ഗാർഡ്സ്. എ ലൈഫ് ഗാർഡ് എൻഷുർ ദ സേഫ്റ്റി ഓഫ് സ്വിമ്മേഴ്സ് ആൻഡ് വാട്ടർ സ്പോർട്ട് പാർട്ടിസിപ്പൻസ് ഇൻ പൂൾസ്, ബീച്ചസ് ആൻഡ് അതർ വാട്ടർ ഏരിയാസ്. വെള്ളമുള്ള ഏരിയകളിൽ ഇപ്പോൾ സ്വിമ്മിങ്ങിൻ്റെ കാര്യത്തിലായാലും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഓരോ വാട്ടർ സ്പോർട്ടിലും അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ലൈഫ് ഗാർഡ്സ് ഉണ്ടായിരിക്കും. പിന്നെ ഫയർ ഫൈറ്റേഴ്സ്. പുട്ട് ഔട്ട് ഫയേഴ്സ് ആൻഡ് സേവ് പീപ്പിൾ ഫ്രം ഡേഞ്ചർ. ഇവിടെയൊക്കെ തീ പിടിച്ചു കഴിഞ്ഞാൽ പുട്ട് ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ ഫയറൊക്കെ കെടുത്തി ആൾക്കാരെ രക്ഷിക്കുന്നു. ഇനി ഗാർബേജ് കളക്ടേഴ്സ്. പിക്കപ്പ് ട്രാഷ് ടു കീപ് ദ സ്ട്രീറ്റ് ക്ലീൻ. സ്ട്രീറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വേസ്റ്റുകളും അവർ എടുക്കുന്നു. ഇനി ഹെൽത്ത് വർക്കേഴ്സ് ഹെൽപ്പ് സിക്ക് പീപ്പിൾ ഫീൽ ബെറ്റർ ആൻഡ് സ്റ്റേ ഹെൽത്തി. ആരോഗ്യപ്രദമായിട്ടിരിക്കാൻ വേണ്ടി വയ്യാത്ത ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നു. ഫിഫ്ത്ത് ആക്ടിവിറ്റി, യു മേ കൺസിഡർ ദ ഫോളോയിങ് പോയിന്റ്സ് വൈൽ യു പ്രിപ്പയർ എ താങ്ക് യു നോട്ട്. ഇനി ഒരു താങ്ക് യു നോട്ടിനെ പറ്റിയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു നോട്ട് എഴുതണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഒരു ഗ്രീറ്റിംഗ്സ്. സ്റ്റാർട്ട് വിത്ത് എ ഫ്രണ്ട്ലി ഗ്രീറ്റിംഗ്സ്. ഇനി ഗ്രാറ്റിറ്റ്യൂഡ്. എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ക്ലിയർലി. നിങ്ങളുടെ നന്ദി നിങ്ങൾ അതിൽ പറയണം. നമ്മൾ എന്തായാലും താങ്ക് യു പറയാനല്ല, അപ്പം നന്ദി നല്ല രീതിയിൽ പറയണം, അത് അവർക്ക് മനസ്സിലാവണം. ക്ലോസിങ്. യൂസ് എ ക്ലോസിങ് ഫ്രേസ് സച്ച് ആസ് സിൻസിയർലി, വാം റിഗാർഡ്സ്, വിത്ത് ലവ്. അങ്ങനെ നമ്മൾ ആ ഒരു താങ്ക് യു കാർഡിൽ യൂസ് ചെയ്യണം. ട്രൈ ടു കീപ് ദ നോട്ട് ബ്രീഫ്. അതുപോലെ ഒരുപാട് ലെങ്തി ആക്കാണ്ട് ഒന്ന് ഷോർട്ടാക്കി എഴുതാൻ ശ്രമിക്കുക. ആ ഒരു യെല്ലോ ബോക്സിലുള്ളത് നോക്കുക. താങ്ക് യു നോട്ട്സ് ആർ പൊളൈറ്റ് എക്സ്പ്രഷൻ. മാന്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത്. യൂസ് ടു കൺവേ അവർ അപ്രിസിയേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് അതേഴ്സ്. മറ്റുള്ളവരെ നമ്മൾ അഭിനന്ദിക്കുക, മറ്റുള്ളവരോട് നന്ദി പറയുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു താങ്ക് യു കാർഡ് എഴുതുക കേട്ടോ. അപ്പോൾ നൗ റീഡ് എ താങ്ക് യു നോട്ട് ഡിസൈൻ ബൈ റായ. ഇനി റായ അവിടെ എഴുതിയിരിക്കുന്ന താങ്ക് യു നോട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം, എങ്ങനെ എഴുതുക എന്നുള്ള ഐഡിയ കിട്ടാൻ. അത് എഴുതിയിരിക്കുന്നത് തിങ്ക് അബൌട്ട് ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ വി യൂഷ്വലി ഈറ്റ്. നമ്മൾ എപ്പോഴും കഴിക്കുന്ന വെജിറ്റബിളിന് ഫ്രൂട്ടിനെ പറ്റി ആലോചിക്കുക. ഹൗ would you show your appreciation and gratitude to the hardworking farmers who grow them for us? നമുക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കുന്ന ഫാമേഴ്സ് അല്ല, അവരോട് നമ്മൾ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് റായയോടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടേട്ടൻ എന്നുള്ള ഫാമറിനാണ് താങ്ക് യു കാർഡ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഡിയർ കുട്ടേട്ടൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും പറഞ്ഞു ഗ്രീറ്റിംഗ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഐ വോണ്ട് ടു സേ ബിഗ് താങ്ക് യു ഫോർ പ്രൊവൈഡിങ് ഫുഡ് ഫോർ ഓൾ ഓഫ് us. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം തന്നതിന് താങ്ക് യു പറയണമെന്നുണ്ട്. യു വർക്ക് റിയലി ഹാർഡ് ടു പ്ലാന്റ് സീഡ്, ടേക്ക് കെയർ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ലുക്ക് ആഫ്റ്റർ അനിമൽസ്. ഒരുപാട് കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? പ്ലാന്റ് സീഡ്സ്, ഇതുപോലെ വിത്തുകൾ വിതയ്ക്കാനും, ഇനിയിപ്പോൾ ഭക്ഷണത്തിന് ഈവൻ പ്ലാന്റ്സ് ആയാൽ തന്നെ അതിനെ കെയർ ചെയ്യാനും, അതുപോലെ തന്നെ എലിമെൻസിനെ നോക്കാനും എല്ലാത്തിനും വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ബിക്കോസ് ഓഫ് യു ഐ ഗെറ്റ് ഫ്രഷ് വെജിറ്റബിൾ ആൻഡ് ടേസ്റ്റി ഫ്രൂട്ട് ടു ഈറ്റ്. കഴിക്കാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിളും ഫ്രൂട്ട്സും കിട്ടുന്നത് നിങ്ങൾ കാരണമാണ്. യു ഹെൽപ്പ് മീ കീപ് മൈസെൽഫ് ഹെൽത്തി. എന്നെ ഹെൽത്തി ആക്കി വയ്ക്കാൻ നിങ്ങൾ സഹായിക്കുന്നുണ്ട്. ഐ അപ്രിഷിയേറ്റ് യുവർ ഹാർഡ് വർക്ക്. നിങ്ങളുടെ കഠിനാധ്വാനത്തിനെ ഞാൻ എന്ത് ചെയ്യുക? അഭിനന്ദിക്കുകയാണ്. ഫാമേഴ്സ് ആർ അമേസിങ് സൂപ്പർ ഹീറോ. ഫാമേഴ്സ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഹീറോസ് തന്നെയാണ്. താങ്ക്സ് അഗെയിൻ ഫോർ ബീയിങ് ആൻ അമേസിങ് ഫാമർ. ഇപ്പോൾ ഏറ്റവും നല്ലൊരു ഫാമറായിട്ട് അമേസിങ് ആയിട്ടുള്ള ഒരു ഫാമർ ആയതിനെ ഞാൻ ഒന്നും കൂടിയും താങ്ക്സ് പറയുകയാണ്. വിത്ത് ലോഡ്സ് ഓഫ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ഒരുപാട് സ്നേഹത്തോടെയും നന്ദിയോടെയും റായ 7th C എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു താങ്ക്സ് കാർഡ് എൻഡ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു എൻഡിങ്ങിലും നല്ല രീതിയിൽ നമ്മളിതുപോലെ അവരോട് നന്ദി കാണിക്കണം. അപ്പോൾ അതിനായിട്ട് വിത്ത് ലോഡ്സ് ഓഫ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടാസ്ക് നമ്മളിതുപോലെ ഒരു താങ്ക് യു നോട്ട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഹെൽപ്പറിന് വേണ്ടി എഴുതുക. ചിലപ്പോൾ അത് ഡോക്ടർ ആയിരിക്കാം, ടീച്ചർ ആയിരിക്കാം, ഫാമർ തന്നെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ നമ്മുടെ നന്ദി അറിയിച്ചുകൊണ്ട് അതുപോലെ അഭിനന്ദിച്ചുകൊണ്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എഴുതിയ പോലെ തന്നെ ഫസ്റ്റ് നമ്മളൊരു ഗ്രീറ്റിംഗിൽ സ്റ്റാർട്ട് ചെയ്യണം. ഡിയർ, ഇപ്പോൾ നമ്മളോട് എക്സാമ്പിൾ ടീച്ചർ എന്ന് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിയർ ടീച്ചർ, താങ്ക് യു ഫോർ ഓൾ ദാറ്റ് യു ഡു ഫോർ അവർ കമ്മ്യൂണിറ്റി. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിന് സൊസൈറ്റിയിലേക്ക് തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി എന്ന് പറഞ്ഞ് എഴുതാം. ഐ റിയലി അപ്രിഷിയേറ്റ് സ്പെസിഫിക് തിങ് യു അപ്രിഷിയേറ്റ്. നിങ്ങൾ എന്തിനെയാണോ മിസ്സിനെ പോയിട്ട് അല്ലെങ്കിൽ ടീച്ചറിനെ അഭിനന്ദിപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഡോക്ടറിനെ അഭിനന്ദിക്കാൻ പോകുന്നത് ആ കാര്യം അവിടെ എഴുതണം. എക്സാമ്പിൾ ഞാൻ 3 എക്സാമ്പിൾ താഴെ എഴുതിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇൻക്ലൂഡ് ചെയ്യാം. ഐ റിയലി അപ്രിഷിയേറ്റ് ദ വേ യു ഓൾവേസ് ഹെൽപ്പ് പീപ്പിൾ ഇൻ നീഡ്. ആവശ്യമുള്ള സമയത്ത് ആൾക്കാരെ സഹായിക്കുന്ന ആ ഒരു വേ എനിക്ക് ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ യുവർ ഡെഡിക്കേഷൻ ടു കീപ്പിംഗ് അസ് സേഫ്. ഇപ്പോൾ ഡോക്ടറിനാണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എഴുതുക യുവർ ഡെഡിക്കേഷൻ ടു കീപ്പിംഗ് അസ് സേഫ്. ഞങ്ങളെ സേഫ് ആക്കി നിർത്താൻ നിങ്ങൾ കാണിക്കുന്ന ഒരു ആത്മതർപ്പണം. അല്ലെങ്കിൽ
ടീച്ചറാണെങ്കിൽ അടുത്ത കാര്യം എഴുതാനുള്ളത് ദ വേ യു ടീച്ചേഴ്സ് ന്യൂ തിങ്സ്, പുതിയ കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നതിൽ അതിലൊക്കെ ഞാൻ ടീച്ചറിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, അപ്പോൾ ഡോക്ടറാണെങ്കിൽ ആ രണ്ടാമത്തെ ലൈൻ എഴുതുക, ടീച്ചറാണെങ്കിൽ മൂന്നാമത്തെ ലൈനും ഫസ്റ്റ് ലൈനൊക്കെ എഴുതുക കേട്ടോ. എന്നിട്ട് യുവർ ഹാർഡ് വർക്ക്സ് മേക്സ് അവർ കമ്മ്യൂണിറ്റി എ ബെറ്റർ പ്ലേസ്. അപ്പോൾ ഒരു നല്ല സ്ഥലമാക്കി മാറ്റാനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു പ്ലേസ് ആക്കി മാറ്റാനായിട്ട് നിങ്ങളുടെ ഈ ഒരു കഠിനാധ്വാനത്തിന് സഹായിക്കുന്നു എന്ന് പറയാം. സിൻസിയർലി, എൻഡിങ് എപ്പോഴും സിൻസിയർലി, ലവിങ്ലി അങ്ങനെയൊക്കെ വെച്ച് എൻഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ പേര് കൊടുക്കുക. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി നമ്മൾ മാത്സ് സബ്ജക്റ്റാണ് റീകണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു പോർഷൻസിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക്